മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 59-ാം സങ്കീർത്തനം 16-ാം തിരുവാക്യം. ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവശക്തി നമ്മോട് ഏറ്റുപറയുകയാണ്. ഞാൻ കർത്താവിൻ്റെ ശക്തി പാടി പുകഴ്ത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ ശക്തിയെ മഹത്വപ്പെടുത്തുക, കർത്താവിൻ്റെ സാന്നിധ്യത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയണം. ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളെയും നമ്മെ വിഷമിപ്പിക്കുന്ന നിരവധിയായ ദുഃഖ ദുരിതങ്ങളുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. മഹത്വത്തിൻ സാന്നിധ്യമായി നമ്മുടെ മധ്യേ കർത്താവ് ഇറങ്ങി വരുന്ന സമയം ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ശക്തിയുടെ വചനത്താൽ, ശക്തിയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. തകർച്ചകളെ ഉയർച്ചകളാക്കുന്ന സർവശക്തനായ കർത്താവേ, അവിടുത്തെ വല്ലഭത്വമുള്ള ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മനിറവോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വല്ലഭത്വമുള്ള ശക്തി ഏറ്റുപറയുക. സർവശക്തനായ കർത്താവിന്റെ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഒരുമിച്ചൊരു കുടുംബമായി പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ശക്തി വെളിപ്പെടുത്തണമേ. കർത്താവേ, ശക്തി അയക്കണമേ. ശക്തിയുടെ വചനം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. എത്ര പേര് വിശ്വസിക്കുന്നു? അഭിഷേകത്തോടെ ഏറ്റുപറഞ്ഞ് മുഖാന്തിരം. ബുദ്ധിക്കതീതമ മത്യത്ഭുതങ്ങളെ എന്റെ ദൈവം എന്നെ നടത്തുന്നു. കർത്താവേ, പ്രവർത്തിക്കണമേ. ശക്തിയുടെ വചനം നൽകണമേ. ദൈവമെന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടട്ടെ. അനേകായിരങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഭാരം പ്രയാസങ്ങൾ വന്നിടുകിൽ തെല്ലും ഭയപ്പെടുകില്ല ഇനി. എല്ലും ഭയപ്പെടുകില്ല ഇനി. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. കർത്താവേ, സമാധാനത്തിന്റെ അഭിഷേകം, സ്വസ്ഥതയുടെ അഭിഷേകം 10,000ങ്ങളിലേക്ക് പകരണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, കർത്താവേ, പകരുക. ജനലക്ഷങ്ങളിലേക്ക് അഭിഷേകം പകരുക. എല്ലാം മറന്ന് സാധ്യമേ, എല്ലാം
സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ വരിക എല്ലാം പരിശുദ്ധാത്മാവേ. സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. യേശുവൻ കൂടെയുള്ളതാ. യേശുവൻ ഇരു കരങ്ങളും കൂടെയുള്ളതാ. സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവൻ ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം കൂടെയുള്ളതാ. വിളിച്ച് ശക്തിയോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ ശക്തിയുടെ കരങ്ങൾ നീട്ടണമേ, കൃപയുടെ കരങ്ങൾ നീട്ടണമേ, അനുഗ്രഹത്തിന്റെ കരങ്ങൾ നീട്ടണമേ കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകളെ, ശാപബന്ധനങ്ങളെ, രോഗദുരിതങ്ങളെ നിർവീര്യമാക്കണമേ. വർഷങ്ങളായി വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ ആധിപത്യം പുലർത്തുന്ന എല്ലാ സാത്താൻ അടിസ്ഥാനങ്ങളെയും കർത്താവേ അങ്ങ് തകർത്തു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിനായി ഓരോ ഹൃദയത്തെയും തുറക്കണമേ. ദൈവ സാന്നിധ്യത്താൽ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവ സാന്നിധ്യത്താൽ പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ. ദൈവ സാന്നിധ്യത്താൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവ സാന്നിധ്യത്താൽ അത്ഭുത ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കണമേ. കൃപാവരങ്ങൾ വർഷിക്കണമേ. നിയോഗങ്ങൾ ആശീർവദിക്കണമേ. ബ്ലസ്, ബ്ലസ് ലോർഡ്. കർത്താവേ, അങ്ങയുടെ ശക്തിയുടെ വചനത്താൽ ഞങ്ങളെ പൂരിതമാക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങൾക്കായി സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, തിരുസഭയുടെ അമ്മേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുടുംബമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ച് ദൈവം ഇടപെടുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം ഇടപെടുന്നു. വളരെ പ്രാധാന്യതയുള്ള ഒരു സന്ദേശമാണ് കർത്താവ് ഇന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. തകർച്ചയുടെ, ദുഃഖദുരിതങ്ങളുടെ, കഷ്ടതയുടെ, പരാജയങ്ങളുടെ, ഒരുപാട് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ എന്നുവേണ്ട വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. പലരുടെ ജീവിതം ഉയർച്ചയിലും വിജയത്തിലും ആനന്ദത്തിലൊക്കെ ആകാം. എന്നാൽ ഇന്ന് അനേകരെ വളരെ ദുഃഖത്തിൻ്റെ താഴ്വരയിലാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം ഇടപെടുന്നു, ദൈവം സംസാരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനം. അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി തിരുവെഴുത്ത് എടുത്തു പറയുകയാണ്. കർത്താവ് ദർശനത്തിൽ അബ്രാമിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അബ്രാം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. ഒന്നാമതായി കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് പരിചയമാണ്. രണ്ടാമത് കർത്താവ് പറഞ്ഞത്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും, ഞാനാണ് നിന്റെ പ്രതിഫലം.
പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ. നിന്റെ പരിചയം നിന്റെ പ്രതിഫലവും ഞാനാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് വാഗ്ദാനങ്ങൾ ദൈവമായ കർത്താവ് അബ്രഹാമിന് നൽകിയത്? ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ വചനത്തിന് ചില മർമ്മങ്ങൾ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ചു. അത് തൊട്ടു മുൻപുള്ള അധ്യായം 14 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. അബ്രഹാം ആ സമയത്ത് നേരിട്ട രണ്ട് പ്രതിസന്ധികൾ, ഈ വാഗ്ദത്തങ്ങളിലൂടെ കർത്താവ് അതിന് ഉത്തരം കൊടുക്കുകയാണ്. 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കാണാൻ പറ്റും. അവിടെ ഏലാം രാജാവ്, ഗോയിം എന്ന 4 രാജ്യങ്ങളുടെ രാജാക്കന്മാരെ 5 രാജാക്കന്മാരുമായി യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധത്തിൽ 4 രാജാക്കന്മാർ വിജയിക്കുകയാണ്. ഏലാം രാജാവും ഗോയിം രാജാവൊക്കെ തുടങ്ങിയ ആ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ വിജയിക്കുകയാണ്. ഈ സമയത്ത് ഈ രാജാക്കന്മാരെ അബ്രഹാമിൻ്റെ സഹോദര പുത്രനായ ലോത്തിനെയും അവൻ്റെ എല്ലാ വസ്തുവകളുടെയും ചേർന്ന് പിടിച്ചുകൊണ്ടുപോവുകയാണ്. തൻ്റെ സഹോദരപുത്രൻ തടവിലായി എന്നുള്ള വാർത്ത അബ്രഹാം കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ഭവനത്തിൽ ജനിച്ചു വളർന്ന് താൻ പരിശീലിപ്പിച്ചെടുത്ത 300 പേരെയും കൂട്ടി ശക്തരായ ഈ രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ വീണ്ടെടുക്കുവാൻ അബ്രഹാം പോവുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വെറും 300 പേരെ കൊണ്ട് അവിടെ കായികമായ ബലമോ നമ്മുടെ മസിൽ പവറോ ബ്രെയിൻ പവറോ ഒന്നുമല്ല പലപ്പോഴും നമ്മുടെ വിജയത്തിന് ആധാരമായി വരുന്നത്. കർത്താവിൻ്റെ ശക്തിയാണ്. ദാവീദ് ഏറ്റുപറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ശക്തി പാടി പുകഴ്ത്തും. കർത്താവിൻ്റെ വല്ലഭത്വമുള്ള ശക്തിയാണ് അവിടെ വെളിപ്പെട്ടത്. കർത്താവ് ഇറങ്ങി വന്ന് ഈ 300 പേരെ കൊണ്ട് അബ്രഹാമിന് അത്ഭുതകരമായ വിജയം നേടിക്കൊടുക്കുകയാണ്. തന്റെ സഹോദര പുത്രനെ ആ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് അബ്രഹാം വീണ്ടെടുക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ അബ്രഹാം വിജയിച്ചു. ഈ സമയത്ത് അബ്രഹാമിൻ്റെ മനസ്സിൽ ഒരുപാട് ഭയത്തിൻ്റെ, ആകുലതയുടെ, തൻ്റെ ജീവിതം അപകടത്തിലാകുമോ, ഒരു സുരക്ഷിതമില്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥ അബ്രഹാമിനെ പിടികൂടി കാണാം. കാരണം ഈ പൗരസ്ത്യ രാജാക്കന്മാരുടെ, ഈസ്റ്റേൺ കിങ്സിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് അവർ വളരെ വൈരാഗ്യ ബുദ്ധിയുള്ളവരാണ്, വീറുള്ളവരാണ്. തങ്ങളെ പരാജയപ്പെടുത്തിയവരെ എങ്ങനെയെങ്കിലും വകവരുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത് കൃത്യമായിട്ട് അബ്രഹാമിന് അറിയാം. മാനുഷികമായി ചിന്തിച്ചാൽ അബ്രഹാം ചിന്തിച്ചു കാണും, എനിക്കെന്തിൽ അപകടം സംഭവിക്കുമോ, എൻ്റെ കുടുംബത്തെ അവർ നശിപ്പിച്ചു കളയുമോ. അബ്രഹാം വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ്, അവൻ ഭയത്തിൻ്റെ പിടിയിലാണ്. അബ്രഹാമിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങൾ അവനെ വിളിച്ചവനായ കർത്താവ് അറിയുകയാണ്. നമ്മുടെ ദൈവം എല്ലാം അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ ദുഃഖവും സങ്കടങ്ങളും വേദനകളെല്ലാം അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവമായ കർത്താവ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അബ്രഹാം, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ പരിച, ഞാൻ നിനക്ക് പരിചയാണ്. അവൻ അതുവരെ നേരിട്ടുകൊണ്ടിരുന്ന ആ പ്രതിസന്ധിക്ക് കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. എന്താണ് ഈ വചനം നമുക്ക് തരുന്ന മെസ്സേജ്? സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം സംസാരിക്കുന്നു. നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. ഇവിടെ അബ്രഹാം നേരിട്ട ആ പ്രതിസന്ധി എന്താണ്? അവൻ നേരിട്ട സാഹചര്യം എന്താണ്? ഒരു ഭയത്തിൻ്റെ സാഹചര്യം. അവൻ വലിയൊരു പ്രതിസന്ധിയിലായി. താൻ സെക്യൂർ അല്ല, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഒരു അനിശ്ചിതാവസ്ഥ അബ്രഹാമിനെ പിടികൂടുകയാണ്. കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് പരിചയമാണ്. എന്നെ ഒരുപാട് ആനന്ദിപ്പിച്ചൊരു വചനമാണ്. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. നമ്മുടെ വിചാരങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, നമുക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവം, നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നൊരു ദൈവം. ഈ കർത്താവ് എത്രയോ നല്ലവനാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുക.
മോശ പ്രവാചകന്റെ ജീവിതത്തിലോട്ട് വരിക. ദൈവം ഒരു മിഷൻ മോശയ്ക്ക് നൽകുകയാണ്. മോശ അതിന് ഒഴിഞ്ഞു മാറാൻ നോക്കി. കർത്താവേ, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, നീ എന്നെ വിട്ടുപോവുക. അവൻ നേരിടുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ വിചാരങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവ് പറയും, പുറപ്പാടിന്റെ പുസ്തകം 4:12, മോശേ, സംസാരിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. മോശേ, ഞാൻ നിന്നെ ബലപ്പെടുത്താം. വീണ്ടും ജോഷുവ പ്രവാചകന്റെ ജീവിതത്തിലോട്ട് വരിക. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-6 തിരുവാക്യങ്ങൾ. മോശയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ദൈവമായ കർത്താവ് പ്രവാചകനായ ജോഷുവായ്ക്കാണ് നൽകിയത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. സ്വാഭാവികമായി ജോഷയുടെ ഉള്ളിൽ ഒരു ഭയം കടന്നുകൂടി കാണാം. ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു മോശ. ആ മോശയ്ക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് ഇപ്പോൾ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. തൻ്റെ മിഷൻ സക്സസ് ആകുമോ? ഈ ദൗത്യത്തിൽ താൻ പരാജയപ്പെട്ടു പോകുമോ? എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള അനേകം നെഗറ്റീവായ ചിന്തകൾ ജോഷുവയെ പിടികൂടി കാണാം. ജോഷുവ നേരിട്ട സാഹചര്യം മനസ്സിലാക്കി അവൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവ് പ്രവാചകനായ ജോഷുവയുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇടപെടുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവം പറഞ്ഞു, ജോഷുവ, ആയുഷ്കാലത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. കർത്താവ് അവനെ എൻകറേജ് ചെയ്യുക, അവനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവനെ ബൂസ്റ്റ് ചെയ്യാണ്, അവനെ ശക്തിപ്പെടുത്തുകയാണ്. ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. കാരണം മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കുന്നു. നീ ശക്തനും ധീരനുമായിരിക്കുക. ബി സ്ട്രോങ് ആൻഡ് ഗുഡ് കറേജ്. നീ ശക്തനും ധീരനുമായിരിക്കുക. ഈ വചനം പറഞ്ഞ് ദൈവമായ കർത്താവ് പ്രവാചകനായ ജോഷുവയെ ശക്തിപ്പെടുത്തുകയാണ്. എന്താ അതിൻ്റെ കാരണം? അവൻ നേരിട്ട സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവം അവൻ്റെ വിഷയത്തിൽ ഇടപെടുന്നു. നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കർത്താവ് പറഞ്ഞു, ഒരു രാജാവും നിന്നെ ഉപദ്രവിക്കുകയില്ല, ഒരു ശത്രുവും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല. പരിച പോലെ ഞാൻ നിന്നെ മറഞ്ഞു നിൽക്കുകയാണ്. നീ എൻ്റെ മറവിലാണ്. എൻ്റെ ബലമുള്ള കരങ്ങൾ അബ്രഹാം നിന്റെ മേലുണ്ട്. നീ ഭയപ്പെടേണ്ട. ഇതെന്തുമാത്രം ശക്തമായൊരു ഉറപ്പാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മോടുള്ള ബന്ധത്തിലും ഇതുപോലെ ദൈവം ഇടപെട്ട 100 അനുഭവങ്ങൾ നമുക്കൊക്കെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വേദനിച്ച നിമിഷങ്ങളിലെ, ദുഃഖിച്ച സാഹചര്യങ്ങളിലെ, അത് വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയുടെ ബന്ധത്തിലൊക്കെ പലപ്പോഴും ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം ഇതുപോലെ കർത്താവ് ഏത് സാഹചര്യത്തെയാണോ നമ്മൾ നേരിടുന്നത് അതിനോട് ബന്ധപ്പെട്ട് ദൈവം പ്രവർത്തിക്കുന്നതും ഇടപെടുന്ന അനേകം അനുഭവങ്ങൾ വ്യക്തിപരമായി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അബ്രഹാം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. ഈ ഒരു വാഗ്ദാനം വലിയൊരു ഉറപ്പും സുരക്ഷിതത്വമാണ് അബ്രഹാമിന് നൽകിയത്. അവൻ്റെ ഹൃദയത്തിന് ഭയങ്ങൾ മാറി, നിരാശ മാറി, നെഗറ്റീവായ ചിന്തകൾ വിട്ടുമാറി. ഇത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു തിരുവാക്യമാണിത്. യഹൂദരെ ഭയന്ന് കഥകടച്ച് ശിഷ്യന്മാരിയ്ക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്തത്? കഥകനെ വന്നിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണോ? കർത്താവ് അങ്ങനെ മുട്ടുകയല്ലേ ചെയ്തത്. അവരുടെ മധ്യേ ഇറങ്ങി വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്തുകൊണ്ടാണ് കർത്താവ് കഥകനിട്ട് മുട്ടുകൊടുക്കാഞ്ഞത്? തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അവർ ഫേസ് ചെയ്യുന്ന ആ സാഹചര്യം, അവരുടെ ഹൃദയത്തിലുള്ള ഭയം, നിരാശ, തളർച്ച, ഇതെല്ലാം കർത്താവ് കാണുകയാണ്. അവർ ഭയപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ കർത്താവ് കഥകന് മുട്ടി അത് തുറക്കാതെ അവിടെ മതി ഇറങ്ങി വന്ന് അവർക്ക് തന്നെ സമാധാനം കൊടുക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം നമ്മോട് പറയുന്ന സത്യം എന്താണ്? നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്
പ്രവർത്തിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. എത്രയോ നല്ലവനാണ്. രണ്ടാമത് ദൈവം പറഞ്ഞു, ഞാനാണ് നിന്റെ പ്രൊവിഷൻ, ഞാൻ നിനക്ക് പ്രതിഫലമാണ്. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? ഈ രാജാക്കന്മാരെയെല്ലാം തോൽപ്പിച്ച് അബ്രഹാം തിരിച്ചു വരുന്ന സമയത്ത് സോദോം രാജാവായ ബേറ കോടാനുകോടി സമ്പത്ത് അബ്രഹാമിന് മുമ്പിൽ വെക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, 9 രാജാക്കന്മാരുടെ സമ്പത്തുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കോടിക്കണക്കിന് സമ്പാദ്യം അബ്രഹാമിന്റെ മുമ്പിൽ ഇരിക്കുക. വേറെ പറഞ്ഞു, അബ്രഹാം, ഈ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക, അത് നിന്റെ അവകാശമാണ്. ആ കാലഘട്ടത്തിൽ ആരാണ് യുദ്ധം ജയിക്കുന്നത്? ആ വിജയിച്ച വ്യക്തികൾക്ക് തോറ്റുപോയ ആ രാജ്യത്തിൻ്റെ സകല സമ്പാദ്യം എടുക്കാൻ പറ്റും. അത് നാട്ടു നടപ്പാണ്. സോദോം രാജാവായ ബേറ പറഞ്ഞു, ഈ സമ്പാദ്യം മുഴുവൻ നിനക്കുള്ളതാ, നിനക്ക് അവകാശപ്പെട്ടതാ, അതെടുത്തോളാൻ പറഞ്ഞു. എന്നാൽ നീ തോൽപ്പിച്ച, നീ പിടിച്ചെടുത്ത ആളുകളെ, എൻ്റെ ആളുകളെ മാത്രം നീ എനിക്ക് വിട്ടു തരിക. ഈ കോടിക്കണക്കിന് സമ്പത്ത് കണ്ടപ്പോൾ അബ്രഹാമിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയോ? അബ്രഹാം അവിടെ എങ്ങനെയാണ് പ്രതികരിച്ചത്? അബ്രഹാം പറയുന്നുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 21 മുതൽ തിരുവാക്യങ്ങൾ. അബ്രഹാം പറഞ്ഞു സോദോം രാജാവായ ബേറയോട്, ബേറ, നീ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് ജനം പറയരുത്. നിന്റേതായ ഒന്നും എനിക്ക് വേണ്ട, ഒരു ചെരുപ്പിന്റെ വാറുപോലും എനിക്ക് വേണ്ട. അബ്രഹാമിനെ സമ്പന്നനാക്കുന്നത് ദൈവമായ കർത്താവാണ്. ബേറ, അത് നീയല്ല. ജനം അത് തിരിച്ചറിയാൻ വേണ്ടി കർത്താവിനെ പ്രതി ഈ കോടിക്കണക്കിന് സമ്പാദ്യം അബ്രഹാം ഉപേക്ഷിച്ച് കളയുകയാണ്. അബ്രഹാമിൻ്റെ ഈ പ്രവൃത്തി ദൈവം കണ്ടു. തൊട്ടടുത്ത അധ്യായത്തിൽ ആദ്യ വചനത്തിൽ ദൈവം പറഞ്ഞു, അബ്രഹാം, ഞാനാണ് നിന്റെ പ്രതിഫലം, ഞാൻ നിന്റെ പ്രൊവിഷനാണ്. നിനക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നിനക്ക് പ്രദാനം ചെയ്യുവാൻ ഞാൻ മതിയായവനാണ്. ഈ 2 വാഗ്ദത്തങ്ങൾ, പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ, ഞാൻ നിനക്ക് പരിചയമാണ്, ഞാൻ നിനക്ക് പ്രതിഫലമാണ്. അബ്രഹാം നേരിട്ട ആ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് ദൈവം അവന് വേണ്ടി ഇടപെടുന്നു. ദൈവം അവന് വേണ്ടി സംസാരിക്കുന്നു. ദൈവം അബ്രഹാമിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ ദൈവം ഇന്നും ജീവിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ പ്രതിസന്ധി എന്തുമാവട്ടെ, നമ്മൾ നേരിടുന്ന ദുഃഖദുരിതങ്ങൾ എന്തുമാവട്ടെ, ഒരു പ്രതിസന്ധിയും കർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, നിന്റെ പ്രതിസന്ധികളിൽ പ്രവർത്തിക്കാൻ, നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ, നിന്റെ തകർച്ചകളിലും നിന്റെ പരാജയങ്ങളിലും നിന്റെ ദുഃഖ ദുരിതങ്ങളിലും തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവിടെ നിന്ന് മതിയായവനാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക. ഹൃദയത്തിന് സകല ഭാരങ്ങളെ വിട്ടുകളയുക. നമ്മോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം അനുഭവിച്ച് നമ്മളൊരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവാണ്. സാധിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തുക. എല്ലാവരും മുട്ടുമടക്കുക. കർത്താവാണ് സമ്പത്ത് തരുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് സമ്പത്തായി മാറുമ്പോൾ ആ സമ്പത്ത് അപഹരിക്കാൻ ആർക്കും സാധിക്കില്ല. അത് പോക്കറ്റടിക്കാർ കൊണ്ടുപോവുകയില്ല. അത് കൊള്ള പലിശക്കാർക്ക് നമുക്ക് കൊടുക്കേണ്ടി വരികയില്ല. അത് ആശുപത്രിക്കാർക്ക് നമുക്ക് കൊടുക്കേണ്ടി വരികയില്ല. അത് നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും ശാശ്വതമായി അനുഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തും. സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. ഈ വലിയ സത്യം അബ്രാഹാമിന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ഏറ്റെടുത്തുകൊണ്ട്, കർത്താവേ, അങ്ങാണ് എൻ്റെ പരിച, കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രതിഫലം, നമുക്കും ഏറ്റു പറയാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഫലമുള്ളവരാകാൻ, നമ്മുടെ മനസ്സിന്റെ സകല ഭാരങ്ങളും, നമ്മളെ വിഷമിപ്പിക്കുന്ന ദുഃഖങ്ങള്, നമ്മളെ അലട്ടുന്ന ഭയങ്ങള്, നിരാശകള്, നെഗറ്റീവായ ചിന്താഗതികളെല്ലാം വിട്ടുമാറി നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ, കർത്താവിന്റെ തേജസ്സിനാൽ പ്രകാശിതരാകാൻ, കർത്താവിന്റെ മഹത്വത്താൽ പൊതിയപ്പെടുവാൻ,
കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ ലഹരി പിടിപ്പിക്കാൻ കരമുയർത്തി വിളിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സാന്നിധ്യം അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സാന്നിധ്യം അയച്ച് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ കർത്താവേ, ഞങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമേ. കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിന്റെ കരങ്ങള്, കൃപയുടെ കരങ്ങള്, ശക്തിയുടെ കരങ്ങള് ഞങ്ങൾക്കായി നീട്ടണമേ. എല്ലാ പ്രതിബന്ധങ്ങളെയും വെട്ടിമുറിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തിയാ സകല കെട്ടുകളും പൊട്ടിപ്പോകട്ടെ. ജീവിതങ്ങള്, കുടുംബങ്ങള്, സമൂഹങ്ങള്, കൂട്ടായ്മകള് അനുഗ്രഹീതമാകട്ടെ. ജനത്തെ വിമോചിപ്പിക്കണമേ. പ്രത്യാശ പകരണമേ. ആനന്ദം പകരണമേ. സ്നേഹം പകരണമേ. ദൈവ സാന്നിധ്യം പകരണമേ. അങ്ങ് പ്രവർത്തിച്ചതിനായി, അങ്ങിടപെട്ടതിനായി, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ എൻ്റെ സഹോദര സഹോദരി, നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ഭാവിയും നമ്മുടെ കുടുംബവും എല്ലാം എല്ലാം സുരക്ഷിതമാണ്. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. തിരുവോസ്തിയിൽ ഞാൻ നോക്കിടുമ്പോൾ തിരുമുഖം കാണുന്നു ദിവ്യനാഥ. തിരുവോസ്തിയിൽ ഞാൻ നോക്കിടുമ്പോൾ തിരുമുഖം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, തിരുസന്നിധിയിൽ അങ്ങേ ആരാധിക്കുവാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാനുമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം ഇടപെടുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ നമ്മൾ ഈ ദൂത് കേൾക്കുകയായിരുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ കരം പിടിച്ച് നയിച്ചതിനായി, ഞങ്ങളെ പരിപാലിച്ചതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും, നമ്മൾ നേരിടുന്ന എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങളെയും കർത്താവിന്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഇരുകരങ്ങളും ദിവികാണ്ഡസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മഹത്വത്തിന് സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അയച്ച് എല്ലാ ജീവിതങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരങ്ങളിൽ പതിനായിരങ്ങൾ കർത്താവ് ഇടപെടുന്ന സമയം കർത്താവ് നൽകുന്ന നന്മകൾ സ്വന്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടെ സ്വരമുയർത്തി വിളിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, അങ്ങ് ഇടപെട്ടതിനായി, അങ്ങ് പ്രവർത്തിച്ചതിനായി, അങ്ങ് നൽകിയ സൗഖ്യത്തിനായി, അങ്ങ് പകർന്ന വിമോചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പാപം കുടുംബങ്ങളെ തകർക്കും. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.
മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ